السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് പകർന്നു നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 103-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. ഹഖ്ക തുഖാതിഹി, ഹഖ്ക മുറപ്രകാരം, തുഖാതിഹി അവനെ ഭയപ്പെടേണ്ട രീതി അനുസരിച്ച്, വലാ തമൂതുന്ന നിശ്ചയമായും നിങ്ങൾ മരിക്കരുത്, ഇല്ല വഅൻതും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ. നമ്മൾ ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിന് അർത്ഥം സാധാരണ പറയുന്നത്. അതെ, അർത്ഥം ശരിയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഹസ്രത്ത് ഖലീഫത്തുള്ള അതിൻ്റെ അർത്ഥത്തെ കൊണ്ടുമാണ് ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. നമ്മൾ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും, നമ്മുടെ ബാഹ്യവും ആന്തരികമായ എല്ലാ ചലനങ്ങളും അവൻ അറിഞ്ഞുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരല്ലാഹു, ഒരു രക്ഷകൻ, ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന പരമമായ യാഥാർത്ഥ്യം നമ്മെ സദാസമയവും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സൂക്ഷ്മതയോടുകൂടിയ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇതിന് നൽകുന്ന അർത്ഥം, ഓ യു ഹു ബിലീവ്, അല്ലയോ വിശ്വാസികളെ, ഫിയർ അല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ഭയന്നുകൊള്ളുക. ആസ് ഹീ ഷുഡ് ബി ഫിയർഡ്, അവനെ എപ്രകാരമാണോ ഭയപ്പെടേണ്ടത് അതിൻ്റെ മുറയനുസരിച്ച്, അതിൻ്റെ ക്രമമനുസരിച്ച് നീ ഭയന്നുകൊള്ളണം. ആൻഡ് ഡു നോട്ട് ഡൈ, മരിക്കരുത്, മരിക്കാൻ ഇടവരരുത്, എക്സെപ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് സബ്മിഷൻ ടു അല്ലാഹ്, അള്ളാഹുവിന് പരിപൂർണമായും കീഴടങ്ങിക്കൊണ്ടല്ലാതെ, അവൻ്റെ
കൽപ്പനകൾ അഖിലത്തിനും സറണ്ടർ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ മരണപ്പെടേണ്ടത്. അതിലൊന്നുപോലും ധിക്കരിക്കുന്ന, നിഷേധിക്കുന്ന, തള്ളിക്കളയുന്ന അവസ്ഥയിലായിരിക്കരുത് നിങ്ങൾ. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായി നൽകുന്ന വിശദീകരണം കൂടി നോക്കാം. ഫിയർ ഓഫ് ഗോഡ് ഈസ് എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഓൺസ് ഫെയ്ത്ത്. അള്ളാഹുവിലുള്ള ഭയം, ഫിയർ ഓഫ് ഗോഡ് ഈസ് എസെൻഷ്യൽ, അത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമാണ്. ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഓൺസ് ഫെയ്ത്ത്, ഒരുവൻ്റെ വിശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ. ഇപ്പോൾ ഒരാളിൻ്റെ വിശ്വാസം ശരിക്കും അത് നിലനിർത്തണമെങ്കിൽ ദൈവഭയം അനിവാര്യമായിട്ടും ഉണ്ടായിരിക്കണം. ദ കമാൻഡ് ടു ഫിയർ അല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ള കൽപ്പന ഈസ് ഇൻഹെറൻറ്റ് ഇൻ എവരി വേഴ്സ് ഓഫ് ദ ഖുർആൻ. ഈ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ള കൽപ്പന ഈസ് ഇൻഹെറൻറ്റ്, അത് അന്തർലീനമായി കിടക്കുകയാണ്. ഇൻ എവരി വേഴ്സ്, എല്ലാ വചനത്തിലും ഓഫ് ദ ഖുർആൻ, ഖുർആനിലെ വിശുദ്ധ ഖുർആനിലെ എല്ലാ വചനങ്ങളിലും അന്തർലീനമായി കിടപ്പുണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത്. ആസ് എ ഫോർമോസ്റ്റ് നെസസിറ്റി, ആദ്യമായി ഉണ്ടാകേണ്ട അവശ്യ ഘടകമാണ് ഫോർ ബീയിങ് ട്രൂ ബിലീവേഴ്സ്. യഥാർത്ഥ വിശ്വാസികളായി തീരാൻ ആവശ്യമുണ്ടായിരിക്കേണ്ട പ്രഥമ ഘടകമാണ് ഈ ഭയം, അള്ളാഹുവിലുള്ള ഭയം. അവൻ രക്ഷിക്കുന്നവനുമാണ്, ശിക്ഷിക്കുന്നവനുമാണ്. രക്ഷാമാർഗം തേടിയുള്ള ഈ ലോക ജീവിത യാത്രയാണ്, അനന്തമായ യാത്രയാണിത്. മരണത്തോടുകൂടി ഒരു ഘട്ടം നമ്മൾ പിന്നിടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഏകാന്തവാസം, ഭൂമിയിലെ സകലതും ഉപേക്ഷിച്ച് കല്ലറകളിൽ, ഖബറുകളിലേക്ക് മാറ്റപ്പെടുന്ന മനുഷ്യൻ, അവൻ്റെ ഒറ്റയ്ക്കുള്ള ആ അവസ്ഥയെക്കുറിച്ച് ഈ പറയുന്നതൊക്കെ സത്യമാണ് എങ്കിൽ അവിടെയുള്ള രക്ഷാശിക്ഷകൾ ഒന്നുകിൽ നരകത്തിൻ്റെ ഒരു വാതിൽ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ഒരു വാതിൽ തുറക്കപ്പെടും. അതിനെക്കുറിച്ച് നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മുടെ അധ്വാനങ്ങളൊന്നും അവിടെയില്ല. നമ്മൾ എന്താണോ ചെയ്ത നന്മകൾ അതുമാത്രമാണ് നമുക്കവിടെ കൂട്ടായിട്ടെത്തുന്നത്. അപ്പോൾ ഇത് നമ്മളിൽ സദാ ഇൻഹെറൻ്റായിരിക്കണം, അന്തർലീനമായി നിലനിൽക്കണം. ഈ ഭയം, ഈ ഉൾക്കാഴ്ച, ഈ യാത്രയുടെ അവസാനം നാം എത്തിച്ചേരുന്നത് അവിടെ തന്നെയാണ്, സംശയലേശമന്യം. We find that fear of God are specified in words such as muttaqeen, taqullah and taqwa. ഈ പദങ്ങളാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന. അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതിന് നിങ്ങൾ മുത്തഖീങ്ങളായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കണം. അള്ളാഹു നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നവനാണ് എന്നുള്ള ബോധം, കോൺഷ്യസ് നമ്മളിൽ ഉണർന്നിരിക്കണം എപ്പോഴും. ആ ബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളോടും മോശമായി പെരുമാറില്ല, ഒരു വസ്തുവിനോടും മോശമായി പെരുമാറില്ല, ഒരു ജീവജാലങ്ങളോടും മോശമായി പെരുമാറുകയില്ല. ആ കോൺഷ്യസ് സദാസമയവും നമ്മളിൽ ഉണർന്നു നിൽക്കുകയാണ്. അത് ഉണർന്നു നിർത്തുവാനാണ് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. മുത്തഖീൻ, നിങ്ങൾ മുത്തഖീങ്ങളാകുക, നിങ്ങൾ തഖ്വ ഉള്ളവരാകുക എന്നൊക്കെ ഖുർആൻ മുത്തഖീൻ, തഖുല്ലാഹ്, തഖ്വ എന്ന പദപ്രയോഗങ്ങളൊക്കെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണം. നിങ്ങളുടെ ഓരോ പ്രവൃത്തിക്കും പ്രതിഫലം ലഭിക്കുന്നതാണ്. ഒന്നുകിൽ അത് സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ അത് നരകത്തിലേക്ക്. നമ്മൾ ഈ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഉള്ള വഴികൾ
എത്ര എളുപ്പമായാണ് ഇവിടെ തുറന്നു വച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഇനി ഇഹലോക ഇച്ഛകളെയും കണ്ട് അതിൽ മതിമറന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെയുള്ള ജീവിതം, ആ മനുഷ്യൻ്റെ അന്ത്യവും ജീവിതം എല്ലാം അവൻ ബാഹ്യമായും ആന്തരികമായും അവൻ വളരെ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും, ഭൗതികമായ സൗഭാഗ്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവന് സമാധാനം നൽകുന്നതല്ല. അത് ആ സമാധാനം, ആ ശാന്തി, അത് സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് എത്തേണ്ടതാണ്. അത് നമുക്ക് ലഭിക്കുവാൻ അവൻ പറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുകയും അവൻ പറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നത് മാത്രമാണ്. ദ പ്രസന്റ് കമാൻഡ് ഈസ് ടു ഇൻഡ്യൂസ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കൽപ്പനയുണ്ടല്ലോ, ഈസ് ടു ഇൻഡ്യൂസ് ദ ബിലീവർ, വിശ്വാസിയെ പ്രലോഭിപ്പിക്കുകയാണ്. ടു അക്വയർ ദിസ് ഫിയർ, ഈ ഭയം നേടിയെടുക്കുന്നതിനായിട്ട്, ഓഫ് ഗോഡ് ഫസ്റ്റ്. അത് ദൈവത്തിനോടുള്ള ഈ ഭയം നിങ്ങളുടെ ഉള്ളിൽ സദാസമയവും ഉണ്ടായിരിക്കണം എന്ന് നിങ്ങളെ പ്രലോഭിപ്പിക്കുകയാണ്, നിങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ്, ഇൻഡ്യൂസ് ചെയ്യുകയാണ്. ദ ബിലീവർ ടു അക്വയർ ദിസ് ഫിയർ ഓഫ് ഗോഡ് ഫസ്റ്റ്. അങ്ങനെ പ്രഥമമായിട്ട് നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിൽ ഭയമുണ്ടായിരിക്കണം. അവൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതിനെ ഭയപ്പെടണം. ആ ഒരു മാനസിക നിലയുള്ളവർക്ക് വിശ്വാസിയാവാനൊക്കെ. മറ്റേത് വെറുതെ ഇവിടുത്തെ രജിസ്റ്ററുകളിൽ എഴുതി വയ്ക്കാവുന്നേ ഉള്ളൂ അവൻ മുസ്ലിമാണ് എന്നല്ലാതെ അള്ളാഹുവിൻ്റെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഫസ്റ്റ് പരിഗണന ഇവൻ അള്ളാഹുവിൽ യഥാർത്ഥമായി വിശ്വസിച്ചിരുന്നോ, അല്ല അള്ളാഹുവിൽ യഥാർത്ഥമായി ഭയന്നിരുന്നെങ്കിൽ അവൻ ഒരു തെറ്റും ചെയ്യാൻ തയ്യാറാവാതെ മാറി നിന്നേനെ, ശരിയിലൂടെ തന്നെ പോയേനെ. കൺസോളിഡേറ്റിംഗ് ഇറ്റ് അറ്റ് ഈച്ച് സ്റ്റെപ്പ്, ഈ ഓരോ സ്റ്റെപ്പിലും അവൻ ഈ കാര്യങ്ങളെ മുറുകെ പിടിച്ചേനെ. അറ്റ് ഈച്ച് മൊമെൻ്റ് ഓഫ് ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അവൻ ജാഗ്രതയുള്ളവനായിരുന്നേനെ. സോ ദാറ്റ് ഹി മേ ബി കൺസിഡേർഡ് എമംഗ് ദ ഫേം ബിലീവേഴ്സ്. അങ്ങനെ വരുമ്പോഴാണ് അവരെ ദൃഢവിശ്വാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ ദൃഢവിശ്വാസികളായി തീരാൻ ഈ ഒരു മാനസികാവസ്ഥ നമ്മളിൽ വന്നിരിക്കണം. ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ഭയന്നുകൊള്ളുക. ഹഖ്ക തുഖാതിഹി, അവനെ ഭയപ്പെടേണ്ട മുറപ്രകാരം ഭയന്നുകൊള്ളുക. വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ല എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും അവന് കീഴടങ്ങിയവരായിട്ടല്ലാതെ പോകരുത് ഈ ലോകമിൽ. ബിലീഫ് വിത്തൗട്ട് ഫിയർ ഓഫ് അള്ളാഹ്, അള്ളാഹുവിലുള്ള ഭയം ഇല്ലാതെയുള്ള വിശ്വാസം ഈസ് നോ ബിലീഫ്, അത് വിശ്വാസമല്ല. അള്ളാഹുവിലുള്ള ഭയമില്ലാതെയുള്ള വിശ്വാസമല്ല. ബിലീഫ് വിത്തൗട്ട് ഫിയർ ഓഫ് അള്ളാഹ് ഈസ് നോ ബിലീഫ്. മോറോവർ, അത് മാത്രമല്ല, സബ്മിഷൻ ടു അള്ളാഹ് കനോട്ട് ബി അച്ചീവ്ഡ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായി കീഴടങ്ങുവാനും ആ കാര്യത്തിൽ അവൻ നേട്ടം കൈവരിക്കാനും സാധ്യമല്ല. അള്ളാഹുവിലുള്ള ഭയം അവനെ സദാസമയവും വേട്ടയാടിക്കൊണ്ടിരുന്നില്ല എങ്കിൽ, ഞാൻ പറയുന്ന വാക്ക്, പ്രവൃത്തി അള്ളാഹുവിന് അത് ഇഷ്ടമായ നിലയിലാണോ എന്നുള്ള ആ ഒരു വിചാരം. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, സൂക്ഷിച്ചോണം, സദാസമയവും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അതായത് മോറോവർ സബ്മിഷൻ ടു അള്ളാഹ്, അള്ളാഹുവിന് പരിപൂർണമായി കീഴടങ്ങൽ എന്ന് പറയുന്നത് കനോട്ട് ബി അച്ചീവ്ഡ്, അത് നേടിയെടുക്കുവാൻ
എടുക്കുവാൻ സാധിക്കില്ല. ഇഫ് ദർ ഈസ് നോട്ട് ഫിയർ ഓഫ് ഗോഡ്, അള്ളാഹുവിലുള്ള ഭയം അവർക്കില്ല എങ്കിൽ, ടു കമാൻഡ് ഇറ്റ്, ആ ഭയം അവരെ എപ്പോഴും കൽപ്പിച്ചുകൊണ്ടിരിക്കണം. നോ, യെസ്, ഈ രണ്ട് രീതിയിൽ ചെയ്യാമോ, ചെയ്തുകൂടെ, ഈ രണ്ട് ചോദ്യം. അതിൽ അള്ളാഹു എന്ത് പറഞ്ഞു അതനുസരിച്ച് നമ്മളത് ചെയ്യുക. അങ്ങനെ ഭയമുണ്ടെങ്കിൽ മാത്രമേ അവനൊരു സത്യവിശ്വാസിയാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ പറയാവുന്നേ ഉള്ളൂ. ട്രൂ മുസ്ലിംസ് ആർ ദോസ് ഹു വൈൽ ഫിയറിങ് അല്ലാഹ്. ഈ ട്രൂ മുസ്ലിംസ്, ഈ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, യഥാർത്ഥമായി അള്ളാഹുവിന് കീഴടങ്ങി എന്ന് പറയുന്നവർ, ആർ ദോസ് ഹു വൈൽ ഫിയറിങ് അല്ലാഹ്, അള്ളാഹുവിനെ അവർ ഭയപ്പെടുന്നതിനോടൊപ്പം വേറൊരു കാര്യങ്ങളുണ്ട്. ലവ് ഹിം, അവനെ സ്നേഹിക്കുന്നു. ഭയപ്പാട് മാത്രമല്ല അള്ളാഹുവിനോട് നമുക്ക് ഉണ്ടാകേണ്ടത്, പിന്നെയോ ലവ് ഹിം. അവനെ, ചില പിതാക്കന്മാരുണ്ട്, മാതാക്കൾ മക്കളെ വരട്ടി രക്ഷപ്പെടുത്താൻ വാപ്പ വരുമ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും, അവന് വാപ്പായ ഒരു ചെറിയ പേടിയുണ്ടാവും. അപ്പോൾ അവൻ പിന്നെ ആ കുരുത്തക്കേട് ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഇതുപോലെ അള്ളാഹുവിന് ഭയവും നമുക്കുണ്ടായിരിക്കണം, അതോടൊപ്പം അള്ളാഹുവിനോട് സ്നേഹവും ഉണ്ടായിരിക്കണം. കാരണം അവൻ അങ്ങേയറ്റം നമ്മളെ സ്നേഹിക്കുന്നവനും ലാളിക്കുന്നവനും നമുക്ക് വേണ്ടുന്നതെല്ലാം തരുന്നവനുമാണ്. ആ ഒരു ഗുണവിശേഷവും അവനുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭയത്തോടൊപ്പം അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്യണം. വൈൽ ലവിങ് ഹിം, അവനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം, ഒരു പിതാവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യരുതെന്നല്ലേ അതിൻ്റെ അർത്ഥം. പിതാവ് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ, എങ്കിലേ പിതാവിന് ഇഷ്ടമാകുകയുള്ളൂ. ഇതുപോലെ വൈൽ ലവിങ് ഹിം, അവനെ സ്നേഹിക്കുന്നതിനോടൊപ്പം ഒബേ ഓൾ ഹിസ് കമാൻഡ്സ്, അവൻ്റെ എല്ലാ കൽപ്പനകളും നമ്മൾ എന്ത് ചെയ്യണം, അനുസരിക്കുകയും ചെയ്യണം. ഒബീസിയൻസ് ടു ഓൾ ഹിസ് ഇൻജങ്ഷൻസ്, അവൻ്റെ എല്ലാ കൽപ്പനകൾക്കും കീഴടങ്ങുക, അനുസരിക്കുക. ടു ഓൾ ഹിസ് ഡിക്രീസ്, അവൻ്റെ എല്ലാ വിധികൾക്കും നമ്മൾ പരിപൂർണമായിട്ട് അംഗീകരിച്ച് അതിനെ ആദരിച്ച് അതിനെ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം. അവൻ്റെ വിധികളും അവൻ്റെ കൽപ്പനകളും അവൻ്റെ ഉപദേശങ്ങളും അവൻ്റെ നിർദ്ദേശങ്ങളും അവൻ്റെ താക്കീതുകളും മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട്, വിത്തൗട്ട് ദ ലീസ്റ്റ് പ്രൊട്ടസ്റ്റ്, അവൻ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു അല്പവും എതിർപ്പ് ഉണ്ടാവാൻ പാടില്ല. ലീസ്റ്റ്, അത്യല്പമായ പ്രൊട്ടസ്റ്റ്, എതിർപ്പ് പോലും ഉണ്ടാവരുത്, അനിഷ്ടം പോലും ഉണ്ടാവരുത് അവൻ്റെ കൽപ്പന ചെയ്യുന്നതിന്. ഓർ ഡൗട്ട്, അല്ലെങ്കിൽ ഒരു സംശയവും ഉണ്ടാവരുത്. ഓർ റിവോൾട്ട്, അല്ലെങ്കിൽ അത് ധിക്കരിക്കുക, ഒരു ധിക്കാരവും ഉണ്ടാകരുത് ആ കാര്യത്തിൽ. ഈസ് അണ്ടർലൈൻഡ് ഇൻ ദ വേർഡ്സ് ഓഫ് മുസ്ലിമൂൻ. മുസ്ലിമൂൻ എന്ന് പറഞ്ഞിരിക്കുന്ന, മുസ്ലിങ്ങളായിട്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഇത് ഇത്രയും കാര്യങ്ങൾ അന്തർലീനമായി കിടക്കുകയാണ്. പരിപൂർണമായിട്ടും കീഴടങ്ങുക, അവൻ്റെ ഒരു കൽപ്പനകളെയും ഒരു വിധികളെയും ഒരു നിർദ്ദേശങ്ങളെയും ഒരു അത്യല്പമായ എതിർപ്പ് പോലും ഉണ്ടാകാൻ പാടില്ല, ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല, ഒരു ധിക്കാരവും ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം ഈ മുസ്ലിമൂൻ അവർ പരിപൂർണമായി കീഴടങ്ങിക്കൊള്ളട്ടെ. അങ്ങനെയുള്ള അവസ്ഥയിലേ നിങ്ങൾ മരണപ്പെടാവൂ. അപ്പോൾ എപ്പോഴാണ് മരണം വരുന്നത്? അത് ചിലപ്പോൾ 50, 60, 70 എല്ലാം ഒക്കെ കഴിഞ്ഞേ വരൂ എന്നും വല്ലതും കരുതി നമുക്ക് അശ്രദ്ധമായിട്ടിരിക്കാൻ നോക്കും ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ മുത്തഖീനായിരിക്കണം. നിങ്ങൾ സദാ ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. അറ്റ് എനി മൊമെൻറ്റ് ഡെത്ത് വിൽ കം. ഏത് സമയത്തും ആ മരണം കടന്നു വരാം. അതുകൊണ്ട് തയ്യാറായിരിക്കുകയാണ്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ സൂറ ആൽ ഇമ്രാനിലെ 103-ാമത്തെ വചനത്തിൽ പറയുന്ന ഈ കാര്യങ്ങളുടെ ആഴങ്ങളിലേക്കാണ് നമ്മെ കൂട്ടി നമ്മുടെ ഇമാം, അള്ളാഹുവിൻ്റെ പ്രതിനിധി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിപുരുഷൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട്
യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക, ഹക്ക തുഖാതിഹി, അവനെ ഭയപ്പെടേണ്ട മുറപ്രകാരം തന്നെ ഭയന്നുകൊള്ളുക, വലാ തമൂതുന്ന, നിങ്ങൾ മരിക്കുവാനിടവരരുത്, ഇല്ലാവാൻതും മുസ്ലിമൂൻ, പരിപൂർണമായിട്ടും അവന് കീഴടങ്ങിക്കൊണ്ടുള്ള മുസ്ലിങ്ങളായിട്ട് അല്ലാതെ നിങ്ങൾ മരിക്കാനിടവരരുത്. അപ്പോൾ ഏത് സമയവും മരണം വരുന്നത് കൊണ്ട് സദാസമയവും നമ്മൾ മുത്തഖീങ്ങളായിരിക്കണം. അവനെ ഭയന്നുകൊണ്ട് മാത്രമേ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഉണ്ടാകൂ. അല്ലാഹു തആല നമ്മെ ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ പ്രത്യേകമായ സംരക്ഷണ വലയത്തിലായിരിക്കട്ടെ നമ്മളെല്ലാവരും എപ്പോഴും. ഈ സന്ദേശം എത്തിക്കാൻ കഴിയുന്നിടത്തോളം ആളുകളിലേക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ ബാക്കി വിശദീകരണവും അടുത്ത വചനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.